നിലമ്പൂരിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ വലിയ വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. 74.35% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.23% പോളിംഗ്. വോട്ടെടുപ്പ് ദിനത്തിൽ മഴ ഒഴിഞ്ഞു നിന്നത് പോളിംഗിന് ഉത്തേജകമായി. തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. ഷിനോജ് എസ് ടി വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ, ഗുഡ് മോർണിംഗ്. ഒരുപാട് കൂട്ടിയും കിഴിച്ചുമൊക്കെ സ്ഥാനാർത്ഥികളും മറ്റ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത്. 23-നാണ് ഫലം അറിയുക. എന്താണ് വിശദാംശങ്ങൾ? ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പൾസ് അതെന്താണ്? ഇന്നലെ രാത്രി 10 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കണക്കനുസരിച്ച് 74.35% നിലമ്പൂരിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. അതൊരു അവസാന കണക്കല്ല, ഇനിയും അതിൽ മാറ്റങ്ങളുണ്ടാകും. ഇന്നൊരു 11 മണിയോടുകൂടി, രാവിലെ 11 മണിക്കാകും ഒരു കൃത്യമായ പിക്ചർ നമുക്ക് മുന്നിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ഇനിയും പലതരത്തിലുള്ള, പ്രത്യേകിച്ച് ഈ സർവീസ് വോട്ടുകൾ, പോസ്റ്റൽ വോട്ടുകൾ, അതിനൊപ്പം വീട്ടിൽ വോട്ട് ചെയ്ത ഒരു 1554 പേരുണ്ട്. അവരുടെ വോട്ടുകളൊക്കെ തന്നെ ചേർത്ത് ഒരു കൃത്യമായ കണക്ക് രാവിലെ ഒരു 11 മണിയോടുകൂടി കിട്ടും. അപ്പോഴാകും കൃത്യമായ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം എത്രയെന്ന് നമുക്ക് ലഭ്യമാകും. എന്തായാലും നിലവിലെ വിവരങ്ങളനുസരിച്ച് 74.35%, അതായത് ആകെ 2,32,000 വോട്ടർമാരുണ്ട്. ഇതിൽ ഈ കണക്കനുസരിച്ചാണെങ്കിൽ 1,72,775 പേർ ഇന്നലെ അവരുടെ സംവിധാന അവകാശം വിനിയോഗിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും മൂന്ന് മുന്നണികളും കൂട്ടിയും കിഴിച്ചുമൊക്കെ ഇന്നലെ രാത്രി തുടരുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ പല നേതാക്കളും വിളിക്കുമ്പോഴും അവരെല്ലാം തന്നെ ഇത്തരത്തിൽ ഏരിയ കമ്മിറ്റി ഓഫീസിലും ബൂത്ത് കമ്മിറ്റി ഓഫീസിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലൊക്കെ ഇരുന്ന് ഇത്തരത്തിൽ ബൂത്ത് അടിസ്ഥാനത്തുള്ള കണക്കുകളെടുത്ത് അതൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ എന്ന് പറയുന്നത് UDF ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു 5 അക്ക ഭൂരിപക്ഷത്തിൽ, പാലക്കാടൊക്കെ അവർ പറഞ്ഞതുപോലെ 10,000-ന് മുകളിലുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് UDF ക്യാമ്പിന്റെ ഇപ്പോഴുമുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത്. LDF സംബന്ധിച്ച് അവർ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. ഒരു പൊതുവായ പരസ്യമായ കണക്കെടുപ്പിലേക്കൊന്നും തന്നെ CPM ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷമാകും പോകുക. എങ്കിലും പ്രാഥമികമായി നേതാക്കളൊക്കെ തന്നെ പറയുന്നത് ഒരു 5,000-ന് മുകളിലുള്ള ഭൂരിപക്ഷം അവർക്കും ഉണ്ടാകുമെന്നാണ് LDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. BJP വിജയപ്രതീക്ഷ വച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിലൊരു നിലയിലേക്കൊന്നും അവർക്ക് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവരുടെ പ്രാഥമിക വിലയിരുത്തൽ എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാളൊക്കെ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ വോട്ട് ശതമാനം കുറയുകയാണെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖർ എന്നൊരു പ്രവചനം നേരത്തെ മുതൽ ഉണ്ടല്ലോ, എല്ലാവരും അത് തന്നെ പറയാറുമുണ്ടല്ലോ. തീർച്ചയായും. കാരണം രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ തന്നെ. പക്ഷേ ആ മഴയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് രാവിലെ തന്നെ ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തുകളിലേക്ക് എത്തി എന്നതായിരുന്നു ഇന്നലത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഒപ്പം ഈ സാധാരണ നമ്മൾ ഈ പുതുപ്പള്ളിയിലും തൃക്കാക്കരയും ചേലക്കരയിലും പാലക്കാടും ഒക്കെ കണ്ടതുപോലെ വലിയ തരത്തിലുള്ള ക്യൂ ഒന്നും തന്നെ ഒരു ബൂത്തിന് മുൻപിലും ഇല്ലായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ രീതിയിലുള്ള ക്രമീകരണമായിരുന്നു. 1000-ന് മുകളിൽ വോട്ടുള്ള എല്ലാ ബൂത്തുകളിലും ഓക്സിലറി ബൂത്തുകൾ അനുവദിച്ചിരുന്നു. അങ്ങനെ മികച്ച രീതിയിലുള്ള ഒരു സംഘടന ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ആളുകൾക്ക് വന്ന് മുഷിപ്പില്ലാതെ വോട്ട് ചെയ്ത് മടങ്ങുന്നതിന് വേണ്ടി ഒരു സൗകര്യമുണ്ടായിരുന്നു. എന്തായാലും ഈ ഉയർന്ന പോളിംഗ് ശതമാനം 74.35 എന്ന് പറയുന്നത് ഒരു ഈ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഒരു മികച്ച പോളിംഗ് തന്നെയാണ്, ഒരു നല്ല പോളിംഗ് ആണ്. ഒപ്പം ഈ പുതിയ കണക്ക് വരുമ്പോൾ, ഇന്ന് രാവിലെ 11 മണിക്ക് വരുന്ന കണക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായി ഈ ഉപതെരഞ്ഞെടുപ്പ് മാറും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ഓർക്കണം, പല ആളുകളും പുറത്തായിരുന്നു. അവരാരും തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടില്ല. മണ്ഡലത്തിന് പുറത്തുണ്ടായിരുന്ന ആളുകളൊന്നും തന്നെ എത്തിയില്ല. പക്ഷേ മണ്ഡലത്തിനകത്തുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഈ പോൾ ചെയ്യുന്നതിന് വേണ്ടി ബൂത്തിലേക്ക് എത്തി. വളരെ ആവേശത്തോടെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ അവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുകയായിരുന്നു എന്ന് വേണം ഈ പോളിംഗ് ശതമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അവസാന ഒരു കണക്കല്ല പുറത്തു വന്നത്. ഇന്ന് 11 മണിയോടെ അവസാന കണക്കിൽ നമുക്ക് അറിയാൻ കഴിയും. എങ്കിൽ കൂടി ഷിനോജ് പറയുന്നതനുസരിച്ച് ഈ പുറത്തുള്ള വോട്ടർമാരൊന്നും എത്തിയില്ല എങ്കിൽ പോലും നിലവിൽ സ്ഥലത്തുള്ളവരൊക്കെ വോട്ട് ചെയ്യാൻ എത്തി, പരമാവധി വോട്ട് ചെയ്യാൻ എത്തി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് സംഘാടനത്തിന്റെ ഒരു മികവ് കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം.